പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഒരു ദൈവത്തിനെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തന പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷം ഉടിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൂരത്തും ചാരത്തുമായി എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഹല്ലേലൂയ. ജീവിതത്തിൽ മനുഷ്യൻ വിലാപങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, കണ്ണുനീരിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരാണ്. പലപ്പോഴും ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ വേണ്ടി വളരെ ഭാരപ്പെടുന്ന അനുഭവത്തിലാണ് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നാം പലപ്പോഴും നിരാശിതരായി, ദുഃഖിതരായി കണ്ണുനീരിൻ്റെ നടിയിലൂടെ കടന്നു പോകാറുണ്ട്. അങ്ങനെ കണ്ണുനീരിൻ്റെ നടിയിലൂടെ കടന്നു പോകുമ്പോൾ ജീവിതത്തിൽ കച്ചിത്തുരുമ്പും ഒരു അഭയം എന്ന് പറയുന്നത് പോലെ, എന്ന് പറഞ്ഞാൽ മുങ്ങിച്ചാകാൻ ഒരുങ്ങുന്നവന് കച്ചിത്തുരുമ്പും അഭയം എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാറുണ്ട്. ജീവിതം എന്നൊക്കെ പറയുന്നത് ഒരിക്കൽ മാത്രമാണ്. രണ്ടാമത് നമുക്ക് ഈ ഭൂമിയിൽ ഒരു ജീവിതമില്ല. ലഭിച്ച ജീവിതം എന്ന് പറഞ്ഞത് അത് വിശുദ്ധമായി കാത്തു സൂക്ഷിച്ച് ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം നയിക്കണമെന്നാണ് പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത്. ഹല്ലേലൂയ. വിലാപം മനുഷ്യൻ്റെ ജീവിതത്തിൽ വിവിധമായ മേഖലയിലൂടെ കടന്നു വരാം. സാമ്പത്തികമായ ക്ലേശങ്ങൾ കടന്നു വരുമ്പോൾ, ബിസിനസ്സുകൾ തകരുമ്പോൾ, ജീവിതം തകരുന്ന സാഹചര്യങ്ങളിൽ കുടുംബത്തിൽ പ്രശ്നമുണ്ടാകുമ്പോൾ, മദ്യത്തിന്, മയക്കുമരുന്നിന്, ലഹരിക്ക് അടിവുകളായി മാറുമ്പോൾ, വിവിധ സ്ഥലങ്ങളിൽ നമുക്ക് എതിർപ്പുകൾ കടന്നു വരുമ്പോൾ, നമ്മൾ ഈ പ്രശ്നസങ്കീർണമായ അനവധി സാഹചര്യങ്ങളിൽ വീഴുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അവിടെയൊക്കെ നാം പലപ്പോഴും തകർന്നു പോകാനുള്ള സാധ്യതകളുണ്ട്. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞാനും നിങ്ങളും തകരാതെ നിൽപ്പാൻ നാം ദൈവത്തിൻ്റെ വിശ്വസ്തമായ കരങ്ങളിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. രക്തം ചെയ്യും. ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു എന്ന് വായിച്ചപ്പോൾ ഈ ലോകത്തിൽ നമ്മൾ ചിന്തിച്ച് നോക്കിയാട്ട് മനുഷ്യൻ എത്രമാത്രം കഷ്ടതയിലൂടെയാണ് കടന്നു പോകുന്നത്. പുറമേ കണ്ടാൽ മറ്റുള്ളവർക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ലെന്ന് തോന്നിയാലും ഉള്ളിൻ്റെ ഉള്ളിൽ നുയർന്ന അനവധി പ്രശ്നവുമായിട്ടാണ് മനുഷ്യൻ കടന്നു പോകുന്നത്. ഹല്ലേലൂയ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ദൈവത്തിൻ്റെ സഹായം നമുക്ക് ആവശ്യമായി വരുന്നത്. ദൈവസഹായം ഇല്ലാതെ ആർക്ക് ഈ ഭൂമി ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ദൈവസഹായം ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഏത് സമയത്തും രാവെന്നോ പകലെന്നോ ഇല്ലാതെ നമ്മുടെ രക്ഷകനായിരിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ കഴിയും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, കഴിഞ്ഞ കാലങ്ങളിൽ നിൻ്റെ കുടുംബത്തിനകത്തുണ്ടായ പ്രതിസന്ധികൾ അത് മുഖാന്തരം പലപ്പോഴും നീ വിലാപത്തിൻ്റെ അനുഭവത്തിൽ കടന്നു പോയിട്ടുണ്ട്. രക്തധരിച്ചിരിക്കുന്നത് പോലെ നീ കണ്ണുനീർ കുതിർന്നിരിക്കുന്ന രാവുകൾ, പകലുകൾ ഉണ്ടായിട്ടുണ്ട്. രാവും പകലുമില്ലാതെ നീ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ചില സാഹചര്യങ്ങളുണ്ട്. ജീവിതം എന്തിനാണ് മടുത്തു എന്ന് പറഞ്ഞ സമയങ്ങളില്ലേ? ഇനിയും ജീവിക്കണ്ട എന്ന് തോന്നിയിട്ടുള്ള സന്ദർഭങ്ങളുണ്ടല്ലോ. അങ്ങനെയുള്ള വിവിധ സാഹചര്യങ്ങളിൽ നിന്ന് തകർന്നു പോകാതെ നിൻ്റെ സൃഷ്ടാവും രക്ഷിതാവുമായിരിക്കുന്ന യേശു ക്രിസ്തുവിലേക്ക് നിൻ്റെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ നീ ഭൂമിയിൽ അനുഭവിക്കുന്ന സകല കഷ്ടതയിൽ നിന്നും ദൈവം നിന്നെ വിടുവിക്കുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. ദുഃഖങ്ങളെല്ലാ മനുഷ്യർക്കുമുണ്ട്, വേദനകളെല്ലാ മനുഷ്യർക്കുമുണ്ട്, രോഗങ്ങളെല്ലാവർക്കും ഉണ്ട്, ഞെരുക്കങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ലാത്ത ഒരു കുടുംബം പോലും ഈ ഭൂമിയിലില്ല എന്നുള്ളതാണ്. അങ്ങനെ പ്രശ്നസങ്കീർണമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ നടുവിൽ നിങ്ങൾ തളർന്നു പോകാതെ ദൈവത്തോട് ചേർന്ന് നിൻ്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുന്ന യേശുവിൽ നീ ആശ്രയിക്കുന്നെങ്കിൽ നീ ഇതുവരെ അനുഭവിച്ച പ്രതിസന്ധികളെ മാറ്റി തരുവാൻ യേശു വിശ്വസ്തനാണ്. വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ വിലാപങ്ങൾ കടന്നു വരുവാൻ അധിക നിമിഷങ്ങളൊന്നും വേണ്ടി വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഭവനത്തിൽ അതുപോലെ നാം ചെയ്യുന്ന പ്രവർത്തികൾക്കകത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ കടന്നു വരുമ്പോൾ തന്നെ അത് വിലാപമായി മാറാറുണ്ട്. ചില മനുഷ്യർ വിലാപങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പലരും തളർന്നു പോകാറുണ്ട്. എന്നാൽ കർത്താവ് പറയുന്നത് എന്താണ്?
ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിൻ്റെ ശക്തികളെ ജയിപ്പാൻ നിനക്ക് കഴിയണം. നിന്റെ ഭവനത്തെ വിലാപഭവനമാക്കുവാൻ ശത്രു ശ്രമിച്ചെന്ന് വന്നേക്കാം. നിന്റെ തലമുറയെ പാപത്തിലേക്ക് നയിച്ച് നിന്റെ കുടുംബം വിലാപഭവനമായി മാറാൻ സാധ്യതയുണ്ട്. കുടുംബജീവിതം തകർന്ന് ചിഹ്നഭിന്നമായി അതും വിലാപമായി മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെ വിലാപം നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നിനക്കതിനെ പിടിച്ചു നിൽപ്പാൻ കഴിയാതെ, നിയന്ത്രിപ്പാൻ കഴിയാതെ നീ പലപ്പോഴും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച സമയങ്ങൾ. അങ്ങനെയുള്ള സന്ദർഭത്തിൽ കർത്താവ് പറയുകയാണ്, വിലാപങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിനെ നൃത്തമാക്കി തീർക്കുന്ന ദൈവത്തിൽ നീ ആശ്രയിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുവാൻ കർത്താവിന് കഴിയും, രക്തം ചെയ്യും. ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ തകർന്നു പോകരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നതാണ്. എല്ലാവരുടെയും ജീവിതം കർത്താവിന് ആവശ്യമാണ്. ആരും തകരുന്നതും തകർന്നിരിക്കുന്നതും തളർന്നിരിക്കുന്നതും ദൈവം ആഗ്രഹിക്കുന്നില്ല. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു എന്നുള്ളതാണ്. അതേ സഹോദര സഹോദരി, ഹൃദയത്തിൻ്റെ നുറുക്കത്തെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നിൻ്റെ ഉറ്റവരും ഉടവരും നിൻ്റെ ബന്ധുമിത്രാദികളും സന്തതാ സഹചാരികളും നിന്നെ സ്നേഹിക്കുന്നവരാരും ഹൃദയത്തിൻ്റെ വേദന അറിഞ്ഞെന്ന് വരത്തില്ല. നീ കടന്നു പോകുന്ന സങ്കടങ്ങൾ ആർക്കും അറിയില്ല. നിന്നെ എത്രമാത്രം വിലാപത്തിലാണ് എന്നുള്ളതും ആർക്കും അറിയില്ല. എന്നാൽ നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആരും നിന്നെ അറിഞ്ഞില്ലെങ്കിലും നിന്നെ അറിയുന്ന ദൈവം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നത്, നിന്നെ അറിയുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? അങ്ങനെയെങ്കിൽ ദൈവം നിന്നെ വിടുവിക്കുക തന്നെ ചെയ്യും. ഇന്ന് രാവിലെ നേരം വെളുത്തധികം സമയമൊന്നും ആയിട്ടില്ല. എങ്കിൽ പോലും വിവിധമായ ദുഃഖങ്ങളാൽ കണ്ണുനീരാൽ മനുഷ്യൻ മദ്യപിച്ച് തങ്ങളെ വിലാപം അകറ്റാൻ വേണ്ടി ലഹരിക്കടിമയായി വന്നിരിക്കുന്ന അനവധി ആളുകൾ വരെ കാണാൻ കഴിയും. അവരോടൊക്കെ എന്ന് വാക്കാലം വിളിച്ചു പറയുകയാണ്, നീ കുടിക്കുന്ന മദ്യം കൊണ്ടോ നീ ഉപയോഗിക്കുന്ന ലഹരി കൊണ്ടോ നിൻ്റെ വിലാപത്തെ മാറ്റുവാൻ നിനക്ക് കഴിയില്ല. അതിൻ്റെ ലഹരി തീർന്നു കഴിയുമ്പോൾ വീണ്ടും നീ വിലാപത്തിലേക്ക് തന്നെയായി മാറും. എന്നാൽ കർത്താവ് പറയുന്നത്, നീ ദൈവത്തിൽ വിശ്വസിച്ച് യേശുവിൽ ആശ്രയിക്കുന്നെങ്കിൽ ആമേൻ, കർത്താവ് നിൻ്റെ വിലാപത്തെ എന്നേക്കുമായി മാറ്റിത്തരും, രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിതം എന്ന് പറയുന്നത് അത് സാത്താന് വിട്ടുകൊടുക്കരുത്. ജീവിതം കർത്താവിന് കൊടുക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, കർത്താവിന് വേണ്ടി നിൻ്റെ ഹൃദയം ഒന്ന് സമർപ്പിക്കാൻ കഴിയുന്നെങ്കിൽ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. ഏത് വിലാപമായിരുന്നാലും അതിനെ അവൻ നൃത്തമാക്കി തീർത്തു തരും. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കടൽക്കരയിൽ കർത്താവേ, വിവിധ സ്ഥലങ്ങളിൽ കടന്നു വന്നായിരിക്കുന്ന ജനങ്ങളുണ്ട്. വിലാപത്തിൻ്റെ കണ്ണുനീരിൻ്റെ ദുഃഖത്തിലൂടെ നടുവിൽ കടന്നു പോകുന്ന അനവധി ആളുകൾ തങ്ങളുടേതായ പ്രശ്നം മറ്റൊരാളോടും പറഞ്ഞൊരു പരിഹാരം കാണാൻ കഴിയാതെ നിരാശകൾ അനുഭവിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കർത്താവേ, ജനത്തിനൊരു ആശ്വാസം കൊടുക്കണമേ. വിലാപത്തെ നൃത്തമാക്കി തീർക്കണം കർത്താവേ. അവിടെ രട്ടഴിച്ചൊരു സന്തോഷം ഉടിപ്പിക്കണമേ. മരണനിഴലിൻ താഴ്വരയിലേക്ക് ഒരു കടന്നു പോകാതെ അവർക്ക് ആശ്വാസം കൊടുക്കുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. സകല മഹത്വം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.